So to study that, we will do an example. CH2 double bond CH, single bond CH, CH2, CH2, CH. So from this CH there is a branch, that is CH2, CH2, CH. So first you see the method. നമ്മൾ പഠിച്ചു വെച്ചിട്ടാണെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? The longest chain you have to identify, and the longest chain must contain a double bond. അല്ലേ? അപ്പം നമുക്ക് രണ്ടല്ല 3 രീതിയിൽ എടുക്കാം. നോക്കിക്കേ, ഇതൊരു മെത്തേഡ് അല്ലേ? ഇനി അടുത്ത മെത്തേഡ് നോക്കിക്കേ, CH2 ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH, CH2, CH2, CH3, and from the third one CH2, CH2, CH3 അല്ലേ? നമ്മളിതിനെ ഇങ്ങനെ വേണേലും വരയ്ക്കരുതോ? സോ ദിസ് ഈസ് ഓൾസോ എ ലോങ്ങസ്റ്റ് ചെയിൻ അല്ലേ? ഇനി വേറൊരു മെത്തേഡ് പറഞ്ഞേ. ഹു ക്യാൻ സേ CH2 ഡബിൾ ബോണ്ട് CH, CH, CH2, CH2, CH3. നോക്കിക്കേ, CH2, CH2, CH3. ഇങ്ങനെയും നമുക്ക് വരയ്ക്കാം. ദിസ് ഈസ് ഓൾസോ എ ചെയിൻ അല്ലേ? ഇതും ഒരു ചെയിനാണ്, കണ്ടിന്യൂസ് ചെയിൻ. ഇനി നിങ്ങളൊന്ന് നോക്കിക്കേ, ഇതിലേതായിരിക്കും നിങ്ങൾ എടുക്കണ്ടേ? നമ്മൾ പഠിച്ചതനുസരിച്ചാണെങ്കിൽ ദ ലോങ്ങസ്റ്റ് പാരൻറ്റ് ചെയിൻ ഷുഡ് കണ്ടെയ്ൻ ദ മൾട്ടിപ്പിൾ ബോണ്ട്. കോമ്പൗണ്ടിനകത്ത് മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന പാരൻറ്റ് ചെയിനകത്ത് മസ്റ്റായിട്ടും ആ ഡബിൾ ബോണ്ട് വേണം. സോ നമുക്ക് അന്നേരം തന്നെ പറയാൻ പറ്റും ദിസ് മെത്തേഡ് ഈസ് റോങ്. ദെൻ ദീസ് ടു നോക്കിക്കേ, നമ്മൾ ഇങ്ങനെ എടുത്താൽ പാരൻറ്റ് ചെയിനകത്ത് എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 6. ഇങ്ങനെ എടുത്താലോ 1 2 3 4 5 6, സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. അപ്പോൾ നമുക്ക് ആദ്യത്തേത് തന്നെ എടുക്കാം അല്ലേ? സോ ദിസ് ഈസ് ദ കറക്റ്റ് മെത്തേഡ് ഓഫ് ഗിവിങ് നെയിം. മനസ്സിലായോ? സോ ദിസ് ഈസ് ദ കറക്റ്റ് മെത്തേഡ്. So first method we discussed. Second method, the numbering of carbon atom in the longest chain is done from that end of the chain from which the multiple bond is nearer. അതായത് നമുക്ക് മൾട്ടിപ്പിൾ ബോണ്ടിന് ലോവസ്റ്റ് നമ്പർ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ സബ്സ്റ്റിറ്റ്വൻസിന് ലോവസ്റ്റ് നമ്പർ കിട്ടണമെന്ന്. സോ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ബോണ്ട്സിന് ലോവസ്റ്റ് നമ്പർ കിട്ടേണ്ട പോലെ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബോണ്ട്സ് അടുത്താവുന്നതുപോലെ വേണം നമ്മൾ നമ്പർ കൊടുക്കാനായിട്ട്. മനസ്സിലായോ? ദ നമ്പറിംഗ് ഓഫ് കാർബൺ ആറ്റം ഇൻ ദ ലോങ്ങസ്റ്റ് ചെയിൻ ഈസ് ഡൺ ഫ്രം ദാറ്റ് എൻഡ് ഓഫ് ദ ചെയിൻ ഫ്രം വിച്ച് ദ മൾട്ടിപ്പിൾ ബോണ്ട് ഈസ് നിയറർ. അണ്ടർസ്റ്റുഡ്? സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് റൂൾ. For that we will take 2 examples. 2 questions ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നോക്കിക്കേ, ഇവിടെ നമ്മൾ പറഞ്ഞു ലെഫ്റ്റിൽ നിന്ന് വേണേലും കൊടുക്കാം, റൈറ്റിൽ നിന്ന് വേണേലും കൊടുക്കാം. പക്ഷേ ഇവിടെ തന്നെ ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ് ഡബിൾ ബോണ്ട് ഈ കാർബണോടാണ് ചേർന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഇവിടുന്ന് നമ്പർ കൊടുത്താൽ ഡബിൾ ബോണ്ട് ഒരുപാട് 1 2 3rd കാർബണിൽ. ബട്ട് നമ്മൾ ഇവിടുന്നാണ് കൊടുക്കുന്നതെങ്കിൽ ദ ഡബിൾ ബോണ്ട് വിൽ ബി ഓൺ ദ ഫസ്റ്റ് കാർബൺ ആറ്റം അല്ലേ? അപ്പോൾ നമ്മൾ 2 എണ്ണത്തിൻ്റെ ഇടയ്ക്ക് വന്നാൽ നമ്മൾ കൗണ്ട് ചെയ്ത് പോകുന്ന ആദ്യത്തെ കാർബൺ ആറ്റത്തിൻ്റെ നമ്പർ ഏതാണോ അതല്ലേ നമ്മൾ എടുക്കുന്നത്. സോ നോക്കിക്ക് 1 2 3 4, ദാറ്റ് ഈസ് ഡബിൾ ബോണ്ട് വിൽ ബി ഓൺ ദ ഫസ്റ്റ് കാർബൺ. തിരിച്ചുള്ളത് എടുക്കുമോ? 1 2 3 4 ഇല്ല. സോ ദാറ്റ് ഈസ് ദ റോങ് മെത്തേഡ് ഓഫ് റൈറ്റിംഗ് നമ്പേഴ്സ്. 3rd കാർബൺ ആറ്റത്തിലാണ് ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. അടുത്ത നോക്കിക്കേ, 1 2 3 4 5 6 7 അല്ലേ? തിരിച്ചു കൊടുത്താലോ 1 2 3 4 5 6 7. അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് വിൽ ബി ഓൺ ദ 3rd കാർബൺ ആറ്റം. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് കാർബണയിലാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നതെന്ന്. തിരിച്ചു പോയാൽ ട്രിപ്പിൾ ബോണ്ട് എവിടെയാണ്? 4th കാർബൺ ആറ്റം. സോ വിച്ച് വൺ വി വിൽ സെലക്ട്? ദ എബവ് വൺ, isn't it? So this method is wrong and this is the correct numbering. Understood? ഓക്കെ, യു സീ ദിസ് എക്സാമ്പിൾ. ഇവിടെ നോക്കിക്കേ, ഡബിൾ ബോണ്ടും ഉണ്ട്, ട്രിപ്പിൾ ബോണ്ടും ഉണ്ട്. സോ അങ്ങനെ വരുന്ന കേസസിൽ നമ്മൾ എങ്ങനെ നമ്പർ കൊടുക്കും? സോ ഫോർ ഈച്ച് കേസ് ദർ ഈസ് വൺ റൂൾ.
ഓക്കെ, അപ്പോൾ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഇഫ് ദ പേരൻറ്റ് ചെയിൻ കണ്ടെയ്ൻസ് ബോത്ത് ഡബിൾ ആൻഡ് ട്രിപ്പിൾ ബോണ്ട് പ്രിഫറൻസ് ഈസ് ഗിവൻ ടു ദ ഡബിൾ ബോണ്ട്. കേട്ടോ, ഡബിൾ ബോണ്ടിന് വേണം ലോവസ്റ്റ് നമ്പർ കിട്ടാൻ. സോ അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഡബിൾ ബോണ്ടിന് ലോവസ്റ്റ് നമ്പർ കിട്ടുക എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു പുട്ട് നമ്പർ ഫ്രം ദിസ് സൈഡ് അല്ലേ. ദാറ്റ് ഈസ് ഓൺ ദ സെക്കൻഡ് കാർബൺ ദർ ഈസ് ഡബിൾ ബോണ്ട് ആൻഡ് ഫോർത്ത് കാർബണിലാണ് ട്രിപ്പിൾ ബോണ്ട് വന്നിരിക്കുന്നത്. സോ ദ പ്രിഫറൻസ് ഈസ് ദെയർ ഫോർ ദ സെക്കൻഡ് ഡബിൾ ബോണ്ട്. ആൻഡ് ഹിയർ ഓൾസോ യു സി ഡബിൾ ബോണ്ട് ആൻഡ് ട്രിപ്പിൾ ബോണ്ട്സ് ആർ ദർ. It is already understood that 1, 2, 3, 4, 5, 6 അല്ലേ, ഇങ്ങനെ വേണം നമ്പർ കൊടുക്കാൻ. ഫസ്റ്റ് കാർബണിൽ ഡബിൾ ബോണ്ട്, ഫിഫ്ത്ത് കാർബണിൽ ട്രിപ്പിൾ ബോണ്ട്. മനസ്സിലായോ? നെക്സ്റ്റ് റൂൾ ഈസ് ഇഫ് ദ മൾട്ടിപ്പിൾ ബോണ്ട് ഒക്കേഴ്സ് more than one time in the chain. സോ ഡബിൾ ബോണ്ട് 2 പ്രാവശ്യം വന്നു, ട്രിപ്പിൾ ബോണ്ട് 2 പ്രാവശ്യം വന്നു, അങ്ങനെയൊക്കെ വരുമ്പം എന്താ ചെയ്യുന്നതെന്ന് കേട്ടോ. ഇഫ് ദ മൾട്ടിപ്പിൾ ബോണ്ട് ഒക്കേഴ്സ് മോർ ദാൻ വൺ ടൈം ഇൻ ദ ചെയിൻ ദ എൻഡിങ്. സോ ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ വി നോ ദാറ്റ് ദ എൻഡിങ് മസ്റ്റ് ബി ഹൗ? ദ എൻഡിങ് മസ്റ്റ് ബി ഈൻ, isn't it? സോ 2, 3 ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഇഫ് ദർ ഈസ് 2 ഡബിൾ ബോണ്ട്സ് വി ഹാവ് ടു പുട്ട് ദ പ്രിഫിക്സ് ഡൈ അല്ലേ. 3 എണ്ണമാണെങ്കിൽ ട്രൈ, അപ്പോൾ ഡൈ ഇ എന്ന് പറയും, ഡൈ ഐ എന്ന് പറയും. സോ ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, ഞാനിവിടെ 2 എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ കണ്ടെയ്ൻ 2 ഡബിൾ ബോണ്ട്സ് അല്ലേ. സോ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമ്പർ കൊടുക്കാം, കാരണം ലോവസ്റ്റ് സം റൂൾ അല്ലേ നമ്മൾ പഠിച്ചേക്കുന്നത്. സോ ലോവസ്റ്റ് സം റൂൾ പഠിച്ചാലും ദിസ് ഈസ് 1 ഫസ്റ്റ് ആൻഡ് തേർഡ് കാർബൺ, തിരിച്ച് ചെയ്താലും ഫസ്റ്റ് ആൻഡ് തേർഡ് കാർബൺ. സോ ഫസ്റ്റ് കാർബണയിലും ആൻഡ് ഓൾസോ ഓൺ ദ തേർഡ് കാർബൺ there are double bonds. So how can we give name that is 2 double bonds are there, isn't it? That is but 1,3-diene. Okay, but 1-buta, buta 1,3-diene. Okay, so otherwise you can write like this 1,3-buta-diene. So 2 methods are there, any one you can select കേട്ടോ. buta 1,3-diene അല്ലെങ്കിൽ 1,3-buta-diene. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ഡബിൾ ബോണ്ട്സ് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട്സ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് കാർബണയിലും ഉണ്ട് ആൻഡ് ഓൾസോ ഓൺ ദ ഫോർത്ത് കാർബൺ ആറ്റം ആണല്ലോ. സോ ഇവിടെ എങ്ങനെ, അതും 2 എണ്ണമാണ് ഉള്ളത്. സോ വി ക്യാൻ say that 1, 2, 3, 4, 5 carbon atoms are there. So pent ആണല്ലേ. That is 1,4-penta-diene. Okay, otherwise you can write penta 1,4-diene. D-I-Y-N-E. മനസ്സിലായോ? So this is the third rule. If the multiple bond occurs more than one time in the chain, the ending of "-ene" of the parent alkane is dropped and the prefixes di, tri, etc. are added to the suffixes "-ene" and "-wine." മനസ്സിലായോ?